ഇന്നത്തെ സ്പെഷ്യൽ സിമ്പിളായി ഒരു പടവലങ്ങ മെഴുക്ക് പുരട്ടിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ പടവലങ്ങ ക്ലീൻ ചെയ്ത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. 2-3 പച്ചമുളക് കൂടെ ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് ചൂടാവാനായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിയ ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് അത്യാവശ്യം ഒന്ന് വഴറ്റിയ ശേഷം വേണം പടവലങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. രണ്ടും ഒന്നിച്ച് ചേർക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. സവാള എല്ലാം ഒന്ന് വഴന്ന് കിട്ടിയ ശേഷം ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടിയ ശേഷം മാത്രം നമുക്ക് പടവലങ്ങ ചേർത്ത് കൊടുത്താൽ മതിയായില്ലെന്നുണ്ടെങ്കിൽ സവാള ഒന്ന് വാടിയതുപോലെ ഒരു ടേസ്റ്റ് ആയിപ്പോൾ. ഇപ്പോൾ സവാളയെല്ലാം അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പടവലങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പടവലങ്ങ ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചുവന്നുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ആദ്യം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തേച്ചാൽ മതിയാകും. ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓയിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പടവലങ്ങയൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാൻ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പടവലങ്ങയിലുള്ള വെള്ളം തന്നെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴേക്ക് വന്നുകൊള്ളും. ആ ഒരു ആവിയിൽ തന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 2-3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് ആവി കയറിയ ശേഷം ഇത് തുറന്ന് വെച്ച് വേവിച്ചാൽ മതിയോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞ പോലെ ആയിപ്പോവും. ഓയിൽ തീരെ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വഴന്ന ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ വഴറ്റിയെടുത്ത ശേഷം ഈ തേങ്ങ ചിരകിയതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത്, വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യം ചേർത്തത് കൊണ്ട് ജീരകവും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് തോരൻ രൂപത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് മെഴുക്ക് പുരട്ടിയായിട്ട് കഴിക്കുന്നതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു മെഴുക്ക് പുരട്ടി നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്